ദളിത് സംയുക്ത സമരസമിതിയുടെ ഹർത്താൽ കോതമംഗലത്ത് കാര്യമായ ചലനമുണ്ടാക്കിയില്ല. ജനജീവിതം സാധാരണ നിലയിൽ തന്നെ തുടർന്നു. കടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുകയും ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓടുകയും ചെയ്തു. ഹർത്താൽ അനുകൂലികൾ പ്രകടനവും സമ്മേളനവും നടത്തി. കണ്ണൂരിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടും മുഴുവൻ പ്രതികളുടെയും അറസ്റ്റ് ആവശ്യപ്പെട്ടുമാണ് ദളിത് സംയുക്ത സമരസമിതി സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചത്. കോതമംഗലം ടൗണിലും താലൂക്കിലെ മറ്റ് ടൗണുകളിലും ഹർത്താൽ ബാധകമായില്ല. കടകമ്പോളങ്ങളും സ്ഥാപനങ്ങളും പതിവ് പോലെ തന്നെ പ്രവർത്തിച്ചു. ബസ് സർവീസുകളെയോ മറ്റു വാഹനങ്ങളെയോ ഹർത്താൽ ബാധിച്ചില്ല. ദീർഘദൂര ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ഹർത്താൽ അനുകൂലികൾ കോതമംഗലത്ത് പ്രകടനം നടത്തി. സമ്മേളനം താലൂക്ക് ചെയർമാൻ ശശി കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ AT ലൈജു അധ്യക്ഷത വഹിച്ചു. KC അയ്യപ്പൻ, PK നാരായണൻ, MC അയ്യപ്പൻ, വിജിത് വിജയൻ, അരുൺ അയ്യപ്പൻ, റിസ്വാൻ കോയ, TA കൃഷ്ണൻകുട്ടി, PK ബിജു, KK ഹരികൃഷ്ണൻ, തങ്ക കുഞ്ഞ്, അമ്മിണി കുട്ടപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുത്ത് തുറങ്കിലടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സണ്ണി M കപ്രക്കാട്ട് ജനറൽ കൺവീനറായിട്ടുള്ള നിതിൻ രാജ് ആക്ഷൻ കമ്മിറ്റി ഇന്ന് കേരള സംസ്ഥാനത്തിൽ ഒട്ടാകെ ഇന്ന് ഹർത്താൽ ആചരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോതമംഗലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹർത്താൽ പ്രകടനം ഇവിടെ നടത്തിയത്. നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, ഈ മരണത്തിന് ഉത്തരവാദികളായവരെ അട്രോസിറ്റി ആക്ട് പ്രകാരം ജയിലിലടയ്ക്കുക, കണ്ണൂർ ഡെന്റൽ കോളേജിന്റെ അപ്ലിക്കേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് GTV ന്യൂസ് കോതമംഗലം.